ഉയിർപ്പുകാലം മൂന്നാം ഞായർ. വചനഭാഗം ഏശയ്യ 56:1-7. സ്ലീഹന്മാരുടെ നടപടി 5:34-42. എഫേസൂസ് 1:3-14. യോഹന്നാന്റെ സുവിശേഷം 14:1-14. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ഈശോ മിശിഹായുടെ ഉയർപ്പും ആ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതവും പ്രഘോഷിക്കപ്പെടുന്ന ഉയർപ്പുകാലത്തിൽ മൂന്നാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഉയർപ്പുകാലം ആദ്യ ഞായറാഴ്ച ശൂന്യമായ കല്ലറയിലേക്ക് ഓടിയെത്തിയ ശിഷ്യന്മാരെയും ആ ശൂന്യമായ കല്ലറ മിശിഹായുടെ ഉയർപ്പിൻ്റെ അടയാളമായി മാറുന്നതും ഈശോ മിശിഹായുടെ പ്രത്യക്ഷപ്പെടലുകളിലൂടെ അത് സ്ഥിരീകരിക്കുന്നതും നാം കണ്ടു. രണ്ടാം ഞായറാഴ്ച പുതു ഞായറാഴ്ച മാർത്തോമാ ശ്ലീഹ ഉത്ഥിതനായ മിശിഹായെ ദർശിക്കുന്നതും കർത്താവും ദൈവവുമായി അവിടുത്തെ ഏറ്റുപറയുന്നതുമാണ് സുവിശേഷത്തിൽ നിന്നും ധ്യാനിച്ചത്. ഉത്ഥാനാനന്തരം മിശിഹായും അവിടുന്ന് വിശ്വസിക്കുന്നവരും അവിടുത്തെ രക്ഷണീയ കർമ്മങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ടവരും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കുമെന്ന് ഈശോ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ അവസാനം പങ്കുവെച്ച വചനങ്ങളാണ് ഉയർപ്പുകാലം മൂന്നാം ഞായറാഴ്ച സുവിശേഷത്തിൽ നിന്നും ധ്യാനിക്കുന്നത്. മിശിഹായുടെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവുമെല്ലാം ശിഷ്യന്മാരോട് മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് ഞാൻ പോകുന്നത്. മിശിഹായുടെ പീഡാസഹനവും കുരിശുമരണവുമെല്ലാം പിതാവിൻ്റെ ഭവനത്തിലേക്ക് മനുഷ്യകുലത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. മിശിഹായുടെ വഴിയിലൂടെ നടന്ന് അവിടുന്നാകുന്ന സത്യം ജീവിച്ച് യഥാർത്ഥ ജീവനിലേക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനാലാണ് തോമാശ്ലീഹായോട് അവിടുന്ന് അരുൾ ചെയ്തത്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നില്ല. ഈശോ വഴിയാണ് എല്ലാവരും രക്ഷപ്പെടുന്നത്. എല്ലാവർക്കും കർത്താവിൽ രക്ഷയുണ്ട് എന്ന സന്ദേശമാണ് ഇന്നത്തെ ദൈവവചന വായനകളെല്ലാം പറയുന്നത്. പഴയ നിയമത്തിൽ നിന്നുമുള്ള വായനയിൽ യേശയ്യാ പ്രവാചകൻ കർത്താവ് എല്ലാവർക്കും രക്ഷ നൽകും എന്ന കാര്യമാണ് പ്രഖ്യാപിക്കുന്നത്. പരദേശികളെന്ന് കരുതിയോ ഷണ്ടനെന്ന് കരുതിയോ ഏതെങ്കിലും വിധത്തിലെ കുറവുകളുണ്ടെന്ന് കരുതി ആരും മാറി നിൽക്കരുത്. എല്ലാവർക്കും കർത്താവിൽ നിന്ന് രക്ഷയുണ്ട്. പുത്രിപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമവും സ്മാരകവും കർത്താവ് അവർക്ക് നൽകും എന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്യുന്നു. കർത്താവിനോട് വിശ്വസ്തത പുലർത്തുകയും നീതി പ്രവർത്തിക്കുകയും ന്യായം പാലിക്കുകയും ചെയ്യുക, കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുക എന്നിവയാണ് രക്ഷയുടെ ഘടകമായി നിൽക്കുന്നത്. അത് എല്ലാ ജനതകൾക്കുമുള്ള മാനദണ്ഡമാണ് എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ആ രക്ഷയുടെ മാർഗം, വഴി ഈശോയാണ് എന്ന് സുവിശേഷത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നു. കർത്താവിൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും എന്ന് പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നതിലൂടെ രക്ഷ എല്ലാവർക്കുമുള്ളതാണ് എന്ന സുവിശേഷം തിരുവചനം വ്യക്തമാക്കുന്നു. ഈ സുവിശേഷം അറിഞ്ഞ സ്ലീഹന്മാർ ഈശോയാണ് രക്ഷയുടെ മാർഗം എന്ന് പ്രഘോഷിച്ചുകൊണ്ടും ഈശോയാണ് മിശിഹ എന്ന് പഠിപ്പിച്ചുകൊണ്ടും സുവിശേഷം അറിയിക്കുന്നതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ വായനയിൽ ശ്രവിക്കുന്നത്. ഈശോയെ പ്രതി പീഡനം ഏൽക്കേണ്ടി വന്നതിൽ അപമാനിതരാകാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചും മിശിഹായെ പ്രഘോഷിക്കുകയാണ് സ്ലീഹന്മാർ. അവരെക്കുറിച്ച് ന്യായാധിപസംഘത്തിൽ പരാതി ലഭിച്ച് വിചാരണ നടത്തിയപ്പോൾ ഫരീസേയനും ന്യായാധിപസംഘത്തിലെ അംഗവും പണ്ഡിതനുമായിരുന്ന ഗമാലിയേൽ പറഞ്ഞു, ഈ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ തനിയെ വിട്ടേക്കുക. ഈ പദ്ധതിയും ഇവരുടെ പ്രവർത്തനങ്ങളും മനുഷ്യരിൽ നിന്നാണെങ്കിൽ തനിയെ ഇല്ലെന്നാകും, ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ദൈവപുത്രനായ മിശിഹായെ പ്രഘോഷിച്ചുകൊണ്ട് സ്ലീഹന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ച്
ഉത്ഥിതനായ മിശിഹായിൽ വിശ്വസിക്കുന്ന സഭാസമൂഹത്തിൻ്റെ വളർച്ചയാണ് ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണം പങ്കുവയ്ക്കുന്നത്. മിശിഹായിൽ പൂർത്തിയായ രക്ഷണീയ കൃത്യത്തെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കീർത്തനമാണ് എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ശ്രവിക്കുന്നത്. ഈശോ മിശിഹായുടെ ബലിയിലൂടെ കൃപയുടെ സമ്പന്നതയും അപരാധങ്ങളുടെ മോചനവും വീണ്ടെടുപ്പും നമുക്കുണ്ട്. മിശിഹായിൽ നാം ദത്തുപുത്രരായി എന്ന് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും മിശിഹായിൽ ഏകീഭവിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും മിശിഹായിൽ ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സുവിശേഷമാണ് മിശിഹ എന്ന് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. അവിടുന്നാണ് സത്യം, അവിടുന്നാണ് ഏകമാർഗം, അവിടുന്നാണ് നിത്യജീവൻ. ഈ സുവിശേഷമാണ് തോമാസ് ശ്ലീഹായിലൂടെ ഈശോ വ്യക്തമാക്കി കൊടുക്കുന്നത്. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഉയർപ്പുകാലത്തിൻ്റെ ചൈതന്യം നമ്മോട് ആവശ്യപ്പെടുന്നതും വഴിയും സത്യവും ജീവനുമായി മിശിഹായിൽ ജീവിച്ച് ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലായിരിക്കുവാനും അവിടുത്തെ വചനങ്ങൾ പാലിച്ച് സ്നേഹത്തിൽ നിലനിൽക്കുവാനുമാണ്. തോമാസ് ശ്ലീഹ അനുഭവിച്ചതും ഏറ്റുപറഞ്ഞതുമായ വിശ്വാസം വിശ്വസ്തയോടെ ജീവിക്കുവാനും വരും തലമുറയിലേക്ക് കൈമാറി നൽകുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.